ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും ആ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച രീതിയൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മളുടെ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ വെല്ലുവിളിയായിട്ട് നമ്മൾ പറഞ്ഞത് രാഷ്ട്രനിർമ്മാണം. ആ രാഷ്ട്രനിർമ്മാണത്തിൽ നമ്മൾ നേരിട്ട 2 പ്രധാനപ്പെട്ട വെല്ലുവിളികൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒന്ന് വിഭജന പ്രക്രിയയായിരുന്നു, രണ്ടാമത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രനിർമ്മാണം നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. എന്താണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര അതിർത്തികൾ പുനർനിർണയിക്കുക എന്നതാണ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര അതിർത്തികൾ പുനർനിർണയിക്കുക എന്നതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, എന്തുകൊണ്ടാണ് ഈ ബൗണ്ടറി റീഓർഗനൈസ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ പുനർനിർണയിക്കേണ്ടി വരുന്നത്? അതിന്റെ കാരണം നോക്കിക്കോളൂ, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതിരുകൾ ക്രമരഹിതമായിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? നിർണയിച്ചിരുന്നത്. അതായത് ക്രമരഹിതമായ ബൗണ്ടറി ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നോക്കിയോളൂ, എന്താണ് ക്രമരഹിതമായിരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം? ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതിരുകൾ ക്രമരഹിതമായിരുന്നു എന്ന് പറയാനുണ്ടായ 2 കാരണം നോക്കിക്കോളൂ. ഒന്ന്, ഒരേ സംസ്ഥാനത്തിനകത്ത് തന്നെ മൾട്ടി ലിംഗ്വൽ അല്ലെങ്കിൽ ബഹുഭാഷ സംസാരിക്കുന്നവർ എന്ത് ചെയ്തിരുന്നു? അധിവസിച്ചിരുന്നു. അപ്പൊ നോക്കിക്കോളൂ, ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതിരുകൾ ക്രമരഹിതമായിട്ടായിരുന്നു ക്രമീകരിച്ചിരുന്നത് എന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? മൾട്ടി ലിംഗ്വലായ അല്ലെങ്കിൽ ബഹുഭാഷ സംസാരിക്കുന്നവർ ഒരു സംസ്ഥാനത്തിനകത്ത് തന്നെ താമസിച്ചിരുന്നു. രണ്ടാമത്തെ കാരണം നോക്കിയുള്ള മൾട്ടി കൾച്ചറാണ്. എന്താ മൾട്ടി കൾച്ചർ? വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരെ അധിവസിച്ചത് കൊണ്ട് തന്നെ അവരുടെ കൾച്ചറും എന്തായിരുന്നു? വ്യത്യസ്തമായിരുന്നു. അപ്പൊ ഒരു സംസ്ഥാനത്തിനടുത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകൾ അധിവസിച്ചത് കൊണ്ടാണ് നമ്മൾ എന്തു പറയുന്നത്? ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതിരുകൾ എന്തായിരുന്നു എന്ന് പറയുന്നത്? ക്രമരഹിതമായിട്ടായിരുന്നു നിർണയിക്കപ്പെട്ടിരുന്നത് എന്ന് പറയും. ഇനി നോക്കിക്കോളൂ, ഈ ക്രമരഹിതമായ ബൗണ്ടറി എന്ത് ചെയ്യണം? ക്രമീകരിക്കണം, പുനർനിർണയിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു. ഓക്കെ, നോക്കിക്കോളൂ, ഈ ആവശ്യം ഉയർന്നു വരാനുണ്ടായ കാരണം നോക്കിക്കോളൂ, ഈ ബൗണ്ടറി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് നോക്കിക്കോളൂ, ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അതിരുകൾ നിർണയിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അല്ലെങ്കിൽ എങ്ങനെ ആയിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അല്ലെങ്കിൽ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു? ക്രമരഹിതമായിട്ട് ആര് അതിർത്തികൾ നിർണയിച്ചു വെച്ചു? ബ്രിട്ടീഷുകാരൻ അതിരുകൾ നിർണയിച്ചു വെച്ചു. നോക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്നതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നികുതി കളക്ഷൻ അല്ലെങ്കിൽ റവന്യൂ കളക്ഷൻ ഈസി ആക്കുന്ന രൂപത്തിലായിരുന്നു ആര് ബൗണ്ടറി നിർണയിച്ചത്? ബ്രിട്ടീഷുകാരൻ ബൗണ്ടറി നിർണയിച്ച് വെച്ചിരുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനം ഏത് ആവശ്യം ഉന്നയിക്കുന്നു? സംസ്ഥാനങ്ങളുടെ അതിരുകൾ ഭാഷാ അടിസ്ഥാനത്തിൽ നിർണയിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. നോക്കിയോളൂ, നമ്മൾ പറഞ്ഞത്
ബ്രിട്ടീഷുകാരൻ ഭരണ സൗകര്യത്തിന് വേണ്ടി സംസ്ഥാനങ്ങളുടെ അതിരുകൾ നിർണയിച്ചു വെച്ചു. അതായത് റവന്യൂ കളക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നികുതി കളക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ബൗണ്ടറി ആര് നിർണയിച്ചു വെച്ചു? ബ്രിട്ടീഷുകാരൻ നിർണയിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിനകത്ത് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരും വ്യത്യസ്ത കൾച്ചർ ഉള്ളവരും അധിവസിച്ചു. ഈ ഒരു കാരണം മുൻനിർത്തിക്കൊണ്ട് ദേശീയ പ്രസ്ഥാനം ഏത് ആവശ്യം ഉന്നയിക്കുന്നു? ദേശീയ പ്രസ്ഥാനത്തിന്റെ സമയത്ത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് രൂപീകരിക്കണം? സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യം ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുകയും അവരൊരു വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. എന്തായിരുന്നു വാഗ്ദാനം? സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതിരുകൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കും? ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിർണയിക്കും എന്ന വാഗ്ദാനം ആര് നൽകുന്നു? നാഷണൽ മൂവ്മെന്റ്. നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് മുൻപിൽ വെക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ ഇത്രയും പറഞ്ഞത്? ഒരിക്കൽ കൂടി നോക്കിക്കോളാം. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര അതിർത്തികൾ പുനർനിർണയിക്കുക. അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വരാനുണ്ടായ കാരണം എന്താണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതിരുകൾ ക്രമരഹിതമായിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? നിർണയിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഒരേ സംസ്ഥാനത്തിനകത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരും വ്യത്യസ്ത സംസ്കാരമുള്ളവരും അധിവസിച്ചിരുന്നു. ഓക്കെ, ബ്രിട്ടീഷുകാരൻ അതിരുകൾ നിർണയിച്ചിരുന്നത് എന്ത് സൗകര്യാർത്ഥമാണ്? ഭരണ സൗകര്യാർത്ഥം, അല്ലെങ്കിൽ നികുതി കളക്ട് ചെയ്യാൻ റവന്യൂ കളക്ഷൻ ഈസി ആക്കുന്ന രൂപത്തിലായിരുന്നു ബൗണ്ടറി ആര് നിർണയിച്ചിരുന്നത്? ബ്രിട്ടീഷുകാരൻ നിർണയിച്ചിരുന്നത്. ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരകാലത്ത് ഏത് ആവശ്യം ഉയർത്തുന്നു? ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതിരുകൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിർണയിക്കണം എന്ന ആവശ്യം ആര് മുന്നോട്ട് വെക്കുന്നു? ദേശീയ പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഓക്കെ, പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതോട് കൂടിയിട്ട് ദേശീയ നേതൃത്വം, അതായത് ദേശീയ നേതൃത്വം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ദേശീയ നേതൃത്വം ഈ ഒരു ആവശ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വാഗ്ദാനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുറകോട്ട് പോകും. നോക്കിക്കോളാം, ഇത് ഞാൻ മായ്ക്കാണ്. നാഷണൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ഏത് വാഗ്ദാനത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് നമ്മൾ പറഞ്ഞു? സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന തത്വത്തിൽ നിന്ന് ആര് പിറകോട്ട് പോകുന്നു? നാഷണൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം പിറകോട്ട് പോകുന്നു. അതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നോക്കാം. അതായത് ദേശീയ നേതൃത്വം ഭാഷാ സംസ്ഥാന രൂപീകരണത്തിൽ നിന്ന് പിന്മാറാനുണ്ടായ ഒന്നാമത്തെ കാരണം നോക്കിക്കോളാം. ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്തിന് കാരണമാകും? രാഷ്ട്രത്തിന്റെ ശിഥിലീകരണത്തിന്, ഡിസിന്റഗ്രേഷൻ, അതായത് നോക്കിക്കോളാം, ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചാൽ അത് എന്തിന്റെ തകർച്ചയ്ക്കും ശിഥിലീകരണത്തിനും കാരണമാകും? ഇന്ത്യയുടെ തകർച്ചയ്ക്കും ശിഥിലീകരണത്തിനും കാരണമാകും എന്ന് ആര് ഭയപ്പെട്ടു? ദേശീയ നേതൃത്വം ഭയപ്പെട്ടു. ആ ഭയം ഉള്ളത് കൊണ്ടാണ് ഏതിൽ നിന്ന് അവർ പിന്മാറിയത്? ഭാഷാ സംസ്ഥാന രൂപീകരണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്നു. ഒന്നാമത്തെ കാരണം, ഒരു കാരണം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഒന്നാമത്തെ കാരണം? അത് രാഷ്ട്രത്തിന്റെ ശിഥിലീകരണത്തിനും തകർച്ചയ്ക്കും കാരണമാകും. ദെൻ രണ്ടാമത്തെ കാരണം നോക്കിയുള്ള ഭാഷാ സംസ്ഥാന രൂപീകരണം എന്ന ആവശ്യം അംഗീകരിച്ചാൽ അത് റീജിയണലിസത്തിന്റെ അല്ലെങ്കിൽ പ്രാദേശികവാദത്തിന്റെ വളർച്ചയ്ക്ക് കാരണം.
നോക്കിയുള്ള ആദ്യത്തെ നമ്മൾ പറഞ്ഞു അത് രാഷ്ട്രത്തിന്റെ തകർച്ചയ്ക്കും ശിഥിലീകരണത്തിനും കാരണമാകും. രണ്ടാമത്തെ കാരണം എന്താണ്? ഭാഷാ സംസ്ഥാന രൂപീകരണം നടപ്പിലാക്കുന്നതോടുകൂടി അത് പ്രാദേശികവാദത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകും. പ്രാദേശികവാദത്തിന്റെ വളർച്ച ആരുടെ നിലനിൽപ്പിന് ഭീഷണിയാവും? യൂണിയൻ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുകയും ചെയ്യും. അപ്പോ ദേശീയ നേതൃത്വം പിന്മാറാനുണ്ടായ രണ്ടാമത്തെ കാരണം ഇതായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ കാരണം നോക്കിയുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലംസ്. നോക്കിക്കോള, നിലവിൽ ഇന്ത്യ നിരവധി സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ പ്രശ്നങ്ങൾക്ക് കൂടുതൽ എന്ത് നൽകണം? ശ്രദ്ധ നൽകണം. ഈ ഭാഷാ സംസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഈ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ വഴിമാറും എന്ന ഭയം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ നേതൃത്വം ഭാഷാ സംസ്ഥാന രൂപീകരണത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നത്. അതായത് അതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട ഇത്ര മാത്രം ഓർത്തിരിക്കുക, സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഭാഷാ സംസ്ഥാന രൂപീകരണത്തിൽ നിന്ന് ദേശീയ നേതൃത്വം പിറകോട്ട് പോകുന്നത്. നാലാമത്തത് നോക്കിയുള്ള ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ആദ്യം നടപ്പിലാക്കണോ അല്ലെങ്കിൽ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം നടപ്പിലാക്കണോ? ആ ഒരു ചോദ്യം മുന്നിൽ വന്ന സമയത്ത് ദേശീയ നേതൃത്വം ഏതിന്റെ കൂടെ പോയി? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ആദ്യം നടക്കട്ടെ എന്ന തീരുമാനത്തിന്റെ ഒപ്പം പോയി. ഇനി നോക്കിയുള്ള ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനേക്കാൾ ഒക്കെ അപ്പുറത്തേക്ക് നോക്കിയുള്ള നമ്മൾ ആദ്യം പറഞ്ഞ അല്ലെങ്കിൽ ആദ്യം പഠിച്ചൊരു ടോപ്പിക്കാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതായത് അഞ്ചാമത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുന്നില്ല. യഥാർത്ഥ കാരണം നോക്കിയുള്ള മതഭൂരിപക്ഷം എന്നൊരു തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? രാഷ്ട്രത്തെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റും നമ്മൾ പഠിച്ചതാണ്. അതേപോലെ വൈകാരികമായ ഒന്നാണ് ഭാഷ. അപ്പൊ ഭാഷാ സംസ്ഥാനത്തിന്റെ രൂപീകരണം എന്തിന് കാരണമായേക്കാം? കലാപങ്ങൾക്ക് കാരണമായേക്കാം. ഈ കാരണങ്ങൾ കൊണ്ടാണ് ദേശീയ നേതൃത്വം എന്ത് ചെയ്യുന്നത്? ഭാഷാ സംസ്ഥാന രൂപീകരണം എന്ന ആവശ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ നടപടിയിൽ നിന്ന് പിറകോട്ട് പോകുന്നത്. ഒന്നാമത്തെ കാരണം നോക്കിക്കോള, ദേശീയ നേതൃത്വം പിറകോട്ട് പോകാനുണ്ട ഒന്നാമത്തെ കാരണം ഭാഷാ സംസ്ഥാന രൂപീകരണം എന്തിന്റെ തകർച്ചയ്ക്ക്? രാഷ്ട്രത്തിന്റെ തകർച്ചയ്ക്കും ശിഥിലീകരണത്തിനും കാരണമാകും. രണ്ടാമത്തത് ഇത് പ്രാദേശികവാദത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാവുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുകയും ചെയ്യും. മൂന്നാമത്തത് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിന് വേണ്ടി. നാലാമത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പൂർണ്ണമായിരുന്നില്ല. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ദേശീയ നേതൃത്വം ഭാഷാ സംസ്ഥാന രൂപീകരണത്തിൽ നിന്ന് പിന്മാറിയത്. ഓക്കെ, ആ പോയിന്റുകൾ 4 പോയിന്റും ക്ലിയർ ആണല്ലോ? അത് ഞാൻ മായ്ക്കുകയാണ്. അടുത്തതിലേക്ക് പോവാണ്. ദേശീയ നേതൃത്വം ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയെങ്കിലും പ്രാദേശിക നേതൃത്വവും ജനങ്ങളും ഏത് തീരുമാനത്തെ വെല്ലുവിളിച്ചു? ഭാഷാ സംസ്ഥാന രൂപീകരണത്തിൽ നിന്ന് പിറകോട്ട് പോകാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ വെല്ലുവിളിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളും രൂപപ്പെട്ടു. അതിൻ്റെ അകത്ത് ഒറ്റൊന്ന് മാത്രമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ആന്ധ്രാപ്രദേശ്, ഫുൾ ഫോം ഞാൻ എഴുതുന്നില്ല, AP എന്ന് മാത്രമാണ് എഴുതുന്നത്. നോക്കിയോള, ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രക്ഷോഭം നടന്നത് ഏത് സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്? ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് വിശാല
ആന്ധ്ര മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം. നോക്കിയോള, ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വിശാല ആന്ധ്ര മൂവ്മെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി വിശാല ആന്ധ്ര മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് നോക്കാം. പഴയ മദ്രാസ് പ്രോവിൻസ്, പഴയ മദ്രാസ് പ്രവിശ്യയിലെ തെലുങ്ക് സംസാരിക്കുന്ന മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പഴയ മദ്രാസ് പ്രവിശ്യയിലെ തെലുങ്ക് സംസാരിക്കുന്ന മേഖലകളെ വേർപെടുത്തി ഏത് പേരിൽ? ആന്ധ്രാപ്രദേശ് എന്ന പേരിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ആവശ്യം? ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ വിശാല ആന്ധ്ര മൂവ്മെന്റിന്റെ ആവശ്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോക്കിയോളെ, ഇന്ത്യയില് നിരവധി സ്ഥലങ്ങളിൽ ഭാഷാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം നടന്നിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും ശക്തമായ പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? പഴയ മദ്രാസ് പ്രവിശ്യയിലെ തെലുങ്ക് സംസാരിക്കുന്ന മേഖലയിലാണ്. ഈ തെലുങ്ക് സംസാരിക്കുന്ന മേഖലയുടെ ആവശ്യം എന്തായിരുന്നു? മദ്രാസിൽ നിന്ന് തെലുങ്ക് സംസാരിക്കുന്ന മേഖലകളെ വേർപെടുത്തി ഏത് സംസ്ഥാനം രൂപീകരിക്കുക? പുതിയ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം രൂപീകരിക്കുക. ഈ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? വിശാല ആന്ധ്ര മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം ആയിരുന്നു, അല്ലെങ്കിൽ വിശാല ആന്ധ്ര പ്രസ്ഥാനമാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഓക്കെ, തുടക്കത്തിൽ നോക്കിയുള്ള വളരെ സമാധാനപരമായ ജനാധിപത്യപരമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിരുന്നു ആര് നടത്തിയത്? വിശാല ആന്ധ്ര മൂവ്മെന്റ് നടത്തിയത്. ഓക്കെ, ഈ വിശാല ആന്ധ്ര പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന പോറ്റി, ഈ പേര് ഓർത്തിരുന്നോട, പോറ്റി ശ്രീരാമൻ പ്രത്യേക ആന്ധ്ര സംസ്ഥാനം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരാഹാര സമരം അനുഷ്ഠിക്കുകയും 56 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം മരണപ്പെടുകയും ചെയ്തു. ഓർത്തോള, വിശാല ആന്ധ്ര മൂവ്മെന്റിന്റെ നേതാവായിരുന്ന പോറ്റി ശ്രീരാമലു ഏത് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്? പ്രത്യേക ആന്ധ്ര സംസ്ഥാനം എവിടെയാണ് ഉണ്ടാക്കേണ്ടത്? പഴയ മദ്രാസ് പ്രവിശ്യയിലെ തെലുങ്ക് സംസാരിക്കുന്ന മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് ആര് നിരാഹാരം കിടക്കുന്നു? പോറ്റി ശ്രീരാമലു നിരാഹാരം അനുഷ്ഠിക്കുകയും ഒടുവിൽ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി നോക്കിയുള്ള ഇതിന്റെ പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സമാധാനപരമായ ജനാധിപത്യപരമായ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം എന്തായി മാറി? അവരെ എന്തായി? ഈ പ്രക്ഷോഭം അക്രമാസക്തമാവുകയും, അതായത് വിശാല ആന്ധ്ര മൂവ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം അക്രമാസക്തമാവുകയും പല മേഖലകളിലും കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നു. നോക്കിയോളെ, ഈ മരണത്തോട് കൂടിയിട്ടാണ് സമാധാനപരമായ പ്രക്ഷോഭം എന്തിലേക്ക് പോകുന്നത്? അക്രമാസക്തമാവുകയും കലാപത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടുകൂടി 1952 ഡിസംബർ മാസത്തിൽ നെഹ്റു അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഏത് പ്രഖ്യാപിക്കുന്നു? ആന്ധ്ര സംസ്ഥാന രൂപീകരണം പ്രഖ്യാപിക്കുന്നു. ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു എന്നല്ല നമ്മൾ പറഞ്ഞത്. എന്താണ്? പ്രക്ഷോഭം അക്രമാസക്തമായതോടുകൂടി എന്തു ചെയ്യുന്നു? പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാനുള്ള പ്രഖ്യാപനം 1952 ഡിസംബറിൽ ആര് നടത്തുന്നു? നെഹ്റു നടത്തുകയും 1953 ഒക്ടോബർ 1 ഏത് നിലവിൽ വരികയും ചെയ്യുന്നു? പുതിയ ആന്ധ്ര സംസ്ഥാനം നിലവിൽ വരികയും ചെയ്യും. ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും അവസാനത്തെ പ്രക്ഷോഭം അക്രമാസക്തമായതോട് കൂടിയിട്ട് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം പ്രഖ്യാപിക്കുന്നു. 1953 ഒക്ടോബർ 1 ഏത് നിലവിൽ വരികയും ചെയ്യുന്നു? ആന്ധ്രാപ്രദേശ് എന്ന ഒരു പുതിയ സംസ്ഥാനം നിലവിൽ വരികയും ചെയ്യുന്നു. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടുള്ള സമരം വിജയിച്ചതോടുകൂടി ഇന്ത്യയുടെ പല മേഖലകളിലും ഏത് ശക്തി പ്രാപിക്കാൻ തുടങ്ങി? ഭാഷാ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. ഓക്കെ, ഇത് ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടുകൂടി എന്ത് ചെയ്യാണ്? 1953 കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, സംസ്ഥാന റീഓർഗനൈസേഷൻ കമ്മീഷനെ നിയമിക്കുന്നു. നോക്കിയോള, ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. ബാക്കിയുള്ള മേഖലകളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായതോടുകൂടി 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ ആര് നിയമിക്കുന്നു? കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്നു. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി ആയിരുന്നു. ചെയർമാൻ ഫസൽ അലി ആയതുകൊണ്ട് തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? ഫസൽ അലി കമ്മീഷൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. നോക്കിയോളൂ, 1953 കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ ഫസൽ അലിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചെയർമാൻഷിപ്പിൽ നിയമിക്കുന്നു. ഈ ഫസൽ അലി ചെയർമാൻ ആയതുകൊണ്ട് തന്നെ ആ കമ്മീഷൻ ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നു? ഫസൽ അലി കമ്മീഷൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. മറ്റ് 2 പേരും കൂടി ഏതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു? ഈ കമ്മീഷന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഒന്ന് സർദാർ KM പണിക്കർ, അതുപോലെ തന്നെ ഹൃദയാനന്ദ് കുൻസ്രു. ഈ 3 പേരായിരുന്നു. അതായത് സർദാർ KM പണിക്കർ, ഹൃദയാനന്ദ് കുൻസ്രു, ഫസൽ അലി എന്നിവരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗങ്ങളായിരുന്നത്. 2 വർഷം കൊണ്ട് ഇവര് എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് സമർപ്പിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ എങ്ങനെ പുനഃസംഘടിപ്പിക്കണം? ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണം എന്ന് ആര് റിപ്പോർട്ട് നൽകി? ഫസൽ അലി കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ റിപ്പോർട്ട് നൽകുകയും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ലോകസഭ പാസാക്കുകയും ചെയ്തു. ഓക്കെ, നോക്കിയുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പാസാക്കുന്നു. ഈ പാസാക്കുന്നത് ആരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് എന്താണ്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ എങ്ങനെ പുനഃസംഘടിപ്പിക്കണം? ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കണം. ഈ ആക്ടോട് കൂടിയിട്ട് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസ് 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. നോക്കിയുള്ള 56 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാവുന്നു. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരികയും ചെയ്യും. ഓക്കെ, ഇനി ഈ ആക്ട് വന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. നിലവിൽ ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഭാഷാ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നെങ്കിലും പല സംസ്ഥാനങ്ങളിലും അന്നേരവും എന്തുണ്ട്? ബൈലിംഗ്വൽ ആൻഡ് മൾട്ടിലിംഗ്വൽ, അതായത് ദ്വിഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഉഭയഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ ബഹുഭാഷ സംസാരിക്കുന്ന ആളുകൾ പല സംസ്ഥാനങ്ങളിലും എന്തുണ്ടായിരുന്നു? അധിവസിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പലപ്പോഴായിട്ട് എന്ത് ചെയ്യുന്നു? സംസ്ഥാനങ്ങളെ വീണ്ടും വിഭജിച്ച് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും ഒക്കെ ചെയ്യും. ഇനി നോക്കിയോളാ, സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്? അത് മാത്രമൊന്നല്ല. നോക്കിയോളാ, 2 കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന് സ്പെസിഫിക് റീജിയണൽ കൾച്ചർ, പ്രത്യേക പ്രാദേശിക സംസ്കാരം.
സ്പെസിഫിക്, റീജിയണൽ, കൾച്ചർ, ദെൻ റീജിയണൽ ഇംബാലൻസ്. റീജിയണൽ ഇംബാലൻസസ് ഇൻ ഡെവലപ്മെന്റ്, വികസനത്തിലെ പ്രാദേശിക അസന്തുലിതാവസ്ഥ. ഈ രണ്ട് കാരണങ്ങളും എന്തൊരു കാരണമായിട്ടുണ്ട്? സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട്. അതായത് പിൽക്കാലത്ത് ഇന്ത്യയിൽ പുതിയ സംസ്ഥാനങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നു? റീജിയണൽ കൾച്ചറിന്റെ അല്ലെങ്കിൽ പ്രത്യേക പ്രാദേശിക സംസ്കാരത്തിന്റെയും വികസനത്തിലെ പ്രാദേശിക അസന്തുലിതാവസ്ഥയുടെയും അടിസ്ഥാനത്തിൽ പുതിയ സംസ്ഥാനങ്ങൾ എവിടെ നിലവിൽ വന്നു? ഇന്ത്യയിൽ നിലവിൽ വന്നു. ഉദാഹരണത്തിന് 2000-ല് 3 സംസ്ഥാനങ്ങൾ, ഛത്തീസ്ഗഡ്, ഉത്തരാഞ്ചൽ, അതുപോലെ തന്നെ ജാർഖണ്ഡ്. ഈ 3 സംസ്ഥാനങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? റീജിയണൽ കൾച്ചറിന്റെയും അതുപോലെ തന്നെ പ്രാദേശിക വികസനത്തിലെ പ്രാദേശിക അസന്തുലിതാവസ്ഥയുടെയും അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ നിലവിൽ വരുന്നത്. ഏറ്റവും അവസാനം നിലവിൽ വന്ന അല്ലെങ്കിൽ രൂപം കൊണ്ട സംസ്ഥാനം നമുക്കറിയാം 2014 ജൂൺ 2. ഒരിക്കൽ കൂടി 2014 ജൂൺ 2 ഏത് നിലവിൽ വന്നു? ആദ്യം രൂപം കൊണ്ട ഭാഷാ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് പുതിയ ഒരു സംസ്ഥാനം ഏതാണ്? തെലുങ്കാന നിലവിൽ വന്നു. ഓക്കെ. ഏറ്റവും അവസാനം രൂപം കൊണ്ടിട്ടുള്ള 2019 നിലവിൽ വന്ന 2 പുതിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ആർട്ടിക്കിൾ 370 എടുത്തു കളയും. അത് കഴിഞ്ഞ വർഷം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. കാശ്മീരിനെ, ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ജമ്മു ആൻഡ് കാശ്മീർ എന്നും ലഡാക്ക് എന്നുമുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപം കൊണ്ടതും നമുക്ക് അറിയാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ. അതിനകത്ത് ഇനി ഒരൊറ്റൊരു കാര്യം കൂടി നമുക്ക് ജസ്റ്റ് പറഞ്ഞ് പോകേണ്ടതുണ്ട്. അതും കൂടി പറഞ്ഞാൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, പ്രാദേശിക വികസനത്തിലെ പ്രാദേശിക അസന്തുലിതാവസ്ഥ. രണ്ടാമത്തെ കാരണം എന്തായിരുന്നു? പ്രാദേശിക കൾച്ചർ അല്ലെങ്കിൽ പ്രത്യേക പ്രാദേശിക സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയുള്ള ആദ്യം ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിൽ നിന്ന് പിന്നോട്ട് പോയ ദേശീയ നേതൃത്വം പിന്നീട് ജനകീയ സമ്മർദ്ദത്തെ തുടർന്ന് ഏത് നടത്തുന്നു? ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് നടത്തുന്നു, അല്ലെങ്കിൽ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം നടത്തുന്നു. അത് നടത്താനുള്ള അല്ലെങ്കിൽ കാരണം എന്തൊക്കെയായിരുന്നു എന്നതാണ്. അതായത് പിൽക്കാലത്ത് സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കാനുണ്ടായ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാണ്. ഒന്നാമത്തെ നോക്കിയോള, ഈ പ്രാദേശിക സംസ്കാരത്തെ അല്ലെങ്കിൽ പ്രാദേശിക വൈവിധ്യങ്ങളെയും പ്രാദേശിക ആവശ്യങ്ങളെയും അംഗീകരിക്കുന്നതോടുകൂടി ഏതിനുള്ള സാധ്യത കുറയും എന്ന് വിലയിരുത്തപ്പെട്ടു? സെപ്പറേറ്റിസത്തിനുള്ള. എന്താ സെപ്പറേറ്റിസം? നമ്മൾ ആദ്യം പറഞ്ഞ് നോക്കിക്കൂല. ഇതിൻ്റെ അകത്ത് നിന്ന് പിന്മാറാനുണ്ടായ കാരണം ഇത് രാഷ്ട്രത്തിന്റെ ശിഥിലീകരണത്തിന് കാരണമാകും എന്നുള്ളതായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? പ്രാദേശിക വാദത്തെ അല്ലെങ്കിൽ പ്രാദേശിക ആവശ്യങ്ങളെയും ഭാഷാ ആവശ്യങ്ങളെയും അംഗീകരിക്കുന്നതോടുകൂടി എന്തില്ലാതാകും എന്ന് വിലയിരുത്തപ്പെട്ടു? വിഘടനവാദത്തിനുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റിസത്തിനുള്ള സാധ്യത കുറയും എന്ന് ആര് വിലയിരുത്തി? ദേശീയ നേതൃത്വം വിലയിരുത്തി. അപ്പോൾ അവര് ജനകീയ സമ്മർദ്ദം വന്നപ്പോൾ ഏത് രൂപീകരിക്കാൻ തീരുമാനിച്ചു? ഭാഷാ സംസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തത്, ഈ ഒരു ആക്ടിനെ ഒരു ഡെമോക്രാറ്റിക് ആക്ട് ആയിട്ട് ആണ് പരിഗണിക്കപ്പെട്ടത്. അതായത് ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? കുറച്ചുകൂടി ജനാധിപത്യപരമായ ആക്ട് ആയിരുന്നു, അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ആര് പരിഗണിച്ചത്? പിൽക്കാലത്ത് ദേശീയ നേതൃത്വം പരിഗണിച്ചത്. ജനാധിപത്യപരമാണ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ രീതിയിലുള്ള ഈ പ്രാദേശിക ആവശ്യങ്ങളെ അംഗീകരിക്കുന്നതോടുകൂടി അധികാരത്തിലേക്ക്
ആർക്കുകൂടി എത്താൻ കഴിയും? പ്രാദേശിക ജനവിഭാഗത്തിനു കൂടി അധികാരത്തിൽ എത്താൻ പറ്റും എന്ന് വിലയിരുത്തപ്പെട്ടു. അതായത് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിന് ഏത് കാരണമാകും? ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. അപ്പൊ നോക്കിയുള്ള ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഏതിനു വഴി തെളിക്കും? ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിന് കാരണമാവുകയും സാധാരണ ജനങ്ങൾക്ക് അധികാരത്തിലെത്താനുള്ള വഴി ഉണ്ടാവുകയും ചെയ്യും എന്ന് വിലയിരുത്തപ്പെട്ടു. അതുകൊണ്ടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഭാഷാ സംസ്ഥാന രൂപീകരണത്തിലേക്ക് ആര് പോകുന്നത്? ദേശീയ നേതൃത്വം പോകുന്നത്. ഏറ്റവും അവസാനത്ത് നോക്കുക, സംസ്ഥാനങ്ങളുടെ അതിരുകൾ അല്ലെങ്കിൽ ബൗണ്ടറി നിർണയിക്കുന്നതിന് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഏതിലൂടെ ലഭിച്ചു? ഭാഷാ സംസ്ഥാന രൂപീകരണത്തിലൂടെ ലഭിച്ചു. മറ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ അതിരുകൾ എവിടം വരെ ആവണം എന്ന് നിശ്ചയിക്കാൻ ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നില്ല. അതേസമയം ഭാഷാ സംസ്ഥാന രൂപീകരണം എന്ന ആശയം വന്നതോടുകൂടി കൃത്യമായ ഒരു മാനദണ്ഡം, ഏകീകൃതമായ ഒരു മാനദണ്ഡം ഏതിന് കൈവന്നു? സംസ്ഥാനങ്ങളുടെ അതിരുകൾ പുനർനിർണയിക്കുന്നതിന് കൈവന്നു എന്നുള്ളതാണ് ഏതുകൊണ്ട് കിട്ടിയ ഗുണം? ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം കൊണ്ട് കിട്ടിയ ഗുണം. ഓക്കെ, ഒരിക്കൽ കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നോക്കിയുള്ള ഭാഷാ സംസ്ഥാന രൂപീകരണത്തെ ആദ്യം എതിർത്തെങ്കിലും അത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഭാഷാ സംസ്ഥാന രൂപീകരണത്തെ അംഗീകരിക്കുകയും പ്രാദേശിക വൈവിധ്യത്തെ അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി ഏതിനുള്ള സാധ്യത കുറഞ്ഞു? സെപ്പറേറ്റിസത്തിന് അല്ലെങ്കിൽ വിഘടനവാദത്തിനുള്ള സാധ്യത കുറഞ്ഞു. രണ്ടാമത്തത് പ്രാദേശിക വൈവിധ്യങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത് എന്തായി കണക്കാക്കപ്പെട്ടു? ഒരു ജനാധിപത്യപരമായ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആക്ട് ആയിട്ട് പരിഗണിക്കപ്പെട്ടു. മൂന്നാമത്തത് അധികാരത്തിലേക്ക് എത്താൻ സാധാരണ ജനങ്ങൾക്കും അവസരം ലഭിച്ചു. ഏതിലൂടെ? ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷനിലൂടെ. കാരണം ഇത് എന്തിന് കാരണമായി? ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിന് കാരണമാവുകയും അധികാരത്തിൽ സാധാരണ അല്ലെങ്കിൽ പ്രാദേശിക ജനവിഭാഗങ്ങൾക്കും പങ്കാളിത്തം ലഭിക്കുകയും ചെയ്തു. നാലാമത്തത് സംസ്ഥാനങ്ങളുടെ അതിരുകൾ പുനർനിർണയിക്കുന്നതിന് ഒരു ഏകീകൃതമായ മാനദണ്ഡം ഏതിലൂടെ കൈവന്നു? ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലൂടെ കൈവന്നു. ഓക്കെ, ഈ ടോപ്പിക്ക് വളരെ നീണ്ട ഒരു ടോപ്പിക്കായിരുന്നു എന്ന് എനിക്കറിയാം. പല ഘട്ടങ്ങളായിട്ട് മുറിച്ചാണ് ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. വേറെ ഏതെങ്കിലും സംശയങ്ങളോ ഇതുണ്ടെങ്കിൽ വരിക. ഓക്കെ, നമുക്ക് ഇതോട് കൂടിയിട്ട് സമപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.